ഇന്നത്തെ വീഡിയോ കോവയ്ക്ക അരിഞ്ഞുകൊണ്ട് തുടങ്ങാവേ. ഉരുളക്കിഴങ്ങിന്റെ അത്രയും വലിപ്പമുള്ള കോവയ്ക്ക ഇതെനിക്ക് ഷേർലി ചേച്ചി കൊണ്ട് തന്നെയാണ്. കോവയ്ക്കയുടെ കൂടെ കുറച്ച് വെള്ളത്തുള്ളികൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, വെളുത്തുള്ളി അച്ചാറിടാനായിട്ടാണ്. ഇനി വെളുത്തുള്ളി അച്ചാറിട്ടില്ലെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ അച്ചാറിടുമ്പോൾ വെളുത്തുള്ളി ഇടാം. അതായത് രാവിലെ എഴുന്നേറ്റപ്പോഴേ അടുക്കളയിലോട്ടുള്ള എന്റെ സംഭാവന ഞാനങ്ങ് തീർത്തു കൊടുത്തു കേട്ടോ. കോവയ്ക്ക നല്ല വട്ടത്തിൽ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി നല്ല നീളത്തിൽ തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അമ്മച്ചിയായി, അമ്മച്ചിയുടെ പാടായി. അടുക്കളയിലോട്ട് ഒരു എത്തിനോട്ടത്തിന് പോലും സമയമില്ലാത്തൊരു ദിവസമായിരുന്നു. ഒരു അവധി ദിവസമാണ്. ഇന്നാണെങ്കിലാണ് എന്റെ കുട്ടികൾ തട്ടേ കയറുന്ന ദിവസം. ഈ തോട്ടം പണി ഇപ്പം ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു, പക്ഷെ അബദ്ധത്തിലൊന്ന് മുറ്റത്തോട്ട് ഇറങ്ങിപ്പോയത്. ചിലതൊക്കെ എന്നെ ചിരിച്ചു കാണിക്കുന്നു, ചിലതൊക്കെ എന്നെ കരഞ്ഞു കാണിക്കുന്നു, ചിലതാണെങ്കിൽ അങ്ങ് ചത്ത് വീണതുപോലെയൊക്കെ തോന്നുന്നു. ഞാൻ ഉദ്ദേശിച്ചത് എന്റെ ഈ ചെടികളുടെ കാര്യമാണ്. ഈ ഷെയ്ഡിൽ എടുത്ത് വെച്ചിരിക്കുന്ന ചെടിക്കൊക്കെ വെള്ളം കുറവാണെങ്കിൽ എന്റെ പൊന്നോ ഒന്നും പറയണ്ട. ഒരു നേരം പോക്കിനും ഹാപ്പിനെസിനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ ഗാർഡൻ എങ്കിലും ചില നേരം ഇതിന്റെയൊക്കെ പരുവം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള സമാധാനം കൂടെ പോയി കിട്ടും. തൊട്ടും തടവും ഒടിച്ചും പാറിച്ചും നനച്ചും ഒക്കെ കഴിയുമ്പോൾ 1/4 മണിക്കൂർ എടുക്കുന്നു. എന്റെ ഹസ്ബൻഡ് എന്നോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതൊക്കെ വല്ല കഞ്ഞിക്ക് കൂട്ടാനോ തോരൻ വെക്കാനോ ജ്യൂസ് അടിച്ച് കുടിക്കാനോ വല്ല സലാഡൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ടോ നിന്റെ ഗാർഡനിൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. ഇതൊക്കെ ഒരു രസമല്ലേ. പറഞ്ഞു നടന്ന് നമുക്കിനി ഞങ്ങളുടെ യൂണിറ്റ് വാർഷികത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലോട്ട് പോകാം. എന്നെ കണ്ടിട്ടാണോ എന്റെ ക്യാമറ കണ്ടിട്ടാണോ എന്ന് അറിയത്തില്ല. എന്റെ 10 മക്കളിൽ 4 പേര് എന്തായാലും നല്ല ഹാപ്പി ആയിട്ട് ചിരിച്ചും തൊഴുതും ഒക്കെ ഇരിക്കുവാണ്. യൂണിറ്റ് പ്രസിഡന്റ് ബിജുചേട്ടന്റെ വീട്ടിൽ വെച്ചിട്ട് 5:30 കുർബാനയോടുകൂടിയാണ് വാർഷികം തുടങ്ങുന്നത്. ഞങ്ങളുടെ യൂണിറ്റിന്റെ സ്വന്തം പ്രവചനമാണ് കേട്ടോ ബലി അർപ്പിക്കുന്നതും അന്നത്തെ ദിവസത്തെ വിശിഷ്ടാതിഥിയും എല്ലാം. എന്റെ പൊന്നമ്മച്ചി നിൽക്കുന്നു. ഞാൻ ഇടയ്ക്കൂടെ ക്യാമറയിലൂടെ നോക്കുന്നത് വെള്ളമെടുപ്പിട്ട് വരാൻ പറഞ്ഞ എന്റെ കുട്ടികളൊക്കെ സമയത്ത് എത്തിയെന്നാണ്. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ആശ്വാസമായി. എന്റെ പിള്ളേരെല്ലാം ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. ജോസൂട്ടി കീബോർഡ് വായിക്കുന്നു, സോഞ്ചേട്ടൻ പാട്ട് പാടുന്നു, സോഞ്ചേട്ടൻ പാട്ട് പാടുന്നു, ജോസൂട്ടി കീബോർഡ് വായിക്കുന്നു. ഇതൊരു അണ്ണൻ തമ്പി കോമ്പയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു, ഇത് കുർബാന കഴിഞ്ഞു. ഇനിയാണ് കാര്യകലാപരിപാടികൾ. അതെ, പിന്നെ എനിക്കൊരു കാര്യം പറയാനെന്ന് വെച്ചാലേ, ഞാനായിരുന്നു ഈ പരിപാടിയുടെ പ്രാരംഭഗാനം പാടിയത്, അതായത് ഈശ്വര പ്രാർത്ഥന. എന്നെ കൊണ്ട് പറ്റാത്തതുപോലെ ഞാൻ കൊളവാക്കിയോ എന്നൊരു സംശയം ഇല്ലാതില്ല. പിന്നത്തെ പ്രതീക്ഷ മുഴുവനും എന്റെ കുട്ടികളുടെ 2 ഡാൻസിലായിരുന്നു കേട്ടോ. എന്റെ പ്രതീക്ഷ തെറ്റിച്ചില്ല. അല്ലേലും ഈ തട്ടേ കയറിയ മട്ടു മാറുന്നാണല്ലോ പറയുന്നത്. സീരിയസ്ലി അവരത് നന്നായിട്ട് ചെയ്തു. 2 ഡാൻസിന്റെ പാട്ടും സ്റ്റെപ്പും കോസ്റ്റ്യൂമും എല്ലാം സോ സിമ്പിൾ. പക്ഷെ ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ ഈ ജെന്നാൽഫയും ജെൻസിയുടെ ഒക്കെ കൂടെ പിടിച്ചു നിൽക്കാനുള്ളവരുടെ ഒരു ഒഡാസിറ്റി ഉണ്ടല്ലോ, അത് പറയാതിരിക്കാൻ വയ്യാട്ടോ. പിന്നെ തിരഞ്ഞുപിടിച്ച് വന്ന് എന്നെ ഡാൻസ് മാസ്റ്റർ ആക്കി ഇവരുടെ ആ പിഞ്ച് ഹൃദയത്തിന് എന്റെ ഹൃദയത്തിൽ നിന്നും ചുമനങ്ങൾ നേരുന്നു. വേറെ നല്ല പ്രോഗ്രാംസ് ഇൻക്ലൂഡഡ് ആയിരുന്നു ഈ സ്റ്റേജിൽ. പക്ഷെ അപ്പോഴത്തെ ആ തിരക്കിലും ടെൻഷനിലും ഒന്നും ഒറ്റ പ്രോഗ്രാം പോലും കാണാനും പറ്റിയില്ല, വീഡിയോയും എടുത്തില്ല. കലാപരിപാടികളെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് കൃതജ്ഞത പറഞ്ഞ് പിരിയാം. ആദ്യമായി അവസാനമായി നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട അഞ്ജു ചേച്ചിക്കാണ്. ഈ പരിപാടിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ കട്ട സപ്പോർട്ടുമായിട്ട് നിന്ന് അഞ്ജു ചേച്ചിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ചാനലും വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ.